കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. വേറൊന്നല്ല, എന്തിനൊക്കെയോ ഒരു മടുപ്പ് തോന്നി കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. ഒരു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ നമ്മുടെ അടുക്കളയിലെ തുടപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ തുടയ്ക്കാത്ത ഭാഗമാണ് കേട്ടോ കാണിച്ചത്. ഇപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്വത്ത് എണീറ്റിട്ടില്ല, സ്വത്ത് നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ നമുക്ക് മുറ്റടിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഡെയിലി രാവിലെ ചെയ്യേണ്ടതാണ്. അതിൻ്റെ പല വ്ളോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ഞാൻ ഇതിന്ന് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. കാരണം എന്നും ഈ കാണിച്ച് തന്നെ എന്തുകൊണ്ടാണ് കാണിക്കാനുള്ളത്, എന്നും ഈ ഒരേ റൂട്ടീൻ, ഒരേ കാര്യങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് വലിയ കണ്ടൻറ്റൊന്നും കിട്ടാറില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഈ വീഡിയോ ഇപ്പോൾ 3 ദിവസത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ ദിവസവും കുറച്ച് എടുത്ത് വെച്ചു. അതാണ് 3 ദിവസമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ അടുക്കളയത്തെ പ്രഹസനം എല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങിയ രംഗാട്ടപ്പോൾ കാണുന്നത്. പിന്നെ അടുക്കളയിലേക്ക് വന്നു, കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇത് ഗ്രീൻ പീസിനാണെന്ന് തോന്നുന്നു. ഞാൻ എന്തിനാണാവോ ഇത് സവാള വാട്ടണത്. പയറിനാണ് കേട്ടോ, ഗ്രീൻ പീസിനല്ല. സാധാരണ നൂൽപുട്ടിന് ഞാൻ ഗ്രീൻ പീസാണ് ഉണ്ടാക്കാറ്, പക്ഷെ ഞാനന്ന് വെള്ളപ്പയറാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആയിക്കൊണ്ടിരിക്കണം. നല്ല ആവിയൊക്കെ വരണ്ടല്ലേ. പൊതുവെ എനിക്ക് പ്രഗ്നൻസി സമയത്ത് നൂൽപുട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എങ്ങനെ ടേസ്റ്റിലുണ്ടാക്കിയാലും എനിക്ക് ടേസ്റ്റ് പിടിക്കത്തേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ നല്ല ഇഷ്ടമാണ് നൂൽപുട്ട്. ആ സമയത്ത് പറ്റാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ സ്വത്തുണ്ട് പാലൊക്കെ നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പോൾ വീട്ടിലായിരുന്നു 2 ദിവസം. അപ്പോൾ വീട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാനും അമ്മയും സ്വത്തും കൂടി ഒന്ന് പുറത്തേക്ക് പോകാട്ടോ. അപ്പോൾ അതിൻ്റെ രംഗമാണ് കാണുന്നത്. സ്വത്തുവിന് ഇപ്പോൾ 2ാമത് മുടി വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുടി കെട്ടി വെക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ കെട്ടി വെച്ചിട്ടില്ല. അപ്പോൾ അമ്മ അങ്ങനെ കെട്ടി തന്നപ്പോൾ എനിക്കത് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്വത്തുവിനെ കൊണ്ട് പോവുകയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ സ്ലൈഡും കെട്ടിയ രംഗമൊന്നും ഇല്ല. അതൊക്കെ 4 വഴിക്ക് പോയിരിക്കുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. എന്തോ ആവട്ടെ, നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് മഴയും ഇടിയൊന്നും നമ്മൾ ബാധിച്ചില്ല. നമ്മൾ അങ്ങനെ നടന്നു. ഞങ്ങൾ ടൗണിലേക്ക് നടന്നിട്ടാട്ടോ പോയത്. നടന്നിട്ട് പോകാൻ കാരണം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കടയിലും കൂടി കയറാനുണ്ടായിരുന്നു. ഇത് അവിടെ റോഡ് ഇപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ പണി നടക്കണതാണ്. ഈ സൈഡിൽ കൂടെ വണ്ടിയും വരുന്നില്ല. അപ്പോൾ നമുക്ക് ബസ്സിന് പോകണേക്കാട്ടിലും സുഖം നടക്കേണ്ടതാണ്. ബസ്സിന് പോയാലും നമുക്ക് നടക്കണം. അത് പിന്നെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാനും അമ്മയും സ്വത്തും കൂടി നടക്കുകയാണ്. ഇത് പോണ വഴിയിൽ ഇങ്ങനെ കണ്ട മനോഹരമായ പൂവിൻ്റെ കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ കൂട്ടായി നിൽക്കണ കാണുമ്പോൾ നല്ല രസം തോന്നിയായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അപ്പോൾ റോഡ് പകുതി വരെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചരടിട്ടിട്ട് കെട്ടിയിരിക്കുകയാണ്. ചരടല്ല, കയറിട്ടിട്ട് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നമുക്ക് നടന്ന് പോകുന്നവർക്ക് പോവാം. പിന്നെ ഇപ്പം നമ്മൾ നേരെ പോണത്, വീട്ടിൽ TV ഇല്ല. TV ഉണ്ടായിരുന്നു, അത് ആദ്യത്തെ ഇടിയും മഴയിൽ എന്തോ അടിച്ചു പോയി. നമ്മുടെ LED TV ആണ്. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ TV വാങ്ങാം എന്നൊരു തീരുമാനത്തിൽ പോവുകയാണ് കേട്ടോ. നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ സൈസ് 42-ൻ്റെ TV ആണ് എടുക്കുന്നത്. പക്ഷെ അത് എടുത്തിട്ടില്ല, എടുക്കാൻ പോകണുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് എങ്ങനെയാണ് TVകളുടെ റേറ്റും കാര്യങ്ങളും. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏട്ടന് അയച്ചു കൊടുത്തിട്ട് ഏട്ടൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടാലാണ് ഞങ്ങൾ എന്തെങ്കിലും എടുക്കുകയുള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു 42-ൻ്റെ എടുത്തോ, എന്തായാലും എടുക്കാൻ പോവുകയാണല്ലോ, പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തോ പറഞ്ഞു. അപ്പോൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ടല്ല കേട്ടോ, EMI ഇട്ടിട്ടാണ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ TV ഒക്കെ ഷോപ്പിംഗ് നോക്കിയിട്ട് നമ്മൾ ക്ഷീണിച്ചിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ റിട്ടേൺ ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. പിന്നെ ഇവിടുത്തെ വൈകുന്നേരം റുട്ടീൻ തുടങ്ങി. നമ്മൾ എണീറ്റ് ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചായ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് 3ാമത്തെ ദിവസത്തെ കേട്ടോ. ഫസ്റ്റ് കാണിച്ചത് ഫസ്റ്റ്, സെക്കൻഡ് കാണിച്ചത് സെക്കൻഡ്, ഇത് 3ാമത്തെ ഡേ. ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. എന്തോ
അപ്പോൾ ഞാൻ എന്നെ വീഡിയോ ഇടുമെന്ന് എൻ്റെ അമ്മ എന്നും പറയണ്ടെങ്കിലും എൻ്റെ സാഹചര്യം കൊണ്ടാണ് അമ്മ ഞാൻ ഇടാൻ പറ്റാത്തത്. എനിക്ക് ഇനി ഞാൻ ശ്രമിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നിനും എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റാറില്ല എനിക്കിപ്പോൾ. അപ്പോൾ അതാ ഈ ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചതാണ് കേട്ടോ. കുറച്ച് ചപ്പാത്തി മാവ് മതി നമുക്ക്, കാരണം ഇവർ രണ്ടുപേരും മാത്രമാണ് ചപ്പാത്തി കഴിക്കുന്നുള്ളൂ. ഇന്ന് എനിക്ക് നല്ല ഒരു ഉഷാറായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പ്രഹസനമായിട്ടാണ് ഞാൻ മുഖത്ത് കാണിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നതാണ് ഒരു സത്യം. ഇനി എന്നാണ് എനിക്ക് മുഴുവനായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റുക? ഞാൻ ഇത് എത്ര ചപ്പാത്തി കിട്ടും എന്നൊക്കെ ഞാൻ നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് 5 ചപ്പാത്തി കിട്ടി. നമുക്കൊരു 6 ചപ്പാത്തി മതി ഒരു ദിവസം. അപ്പോൾ ഞാൻ പൊടി ഒരെണ്ണം കൂടി എടുത്തിട്ട് കുഴച്ചു. അങ്ങനെ നമ്മൾ കറക്റ്റ് 6 ചപ്പാത്തി അന്ന് ചുട്ടു. കാരണം 3 ചപ്പാത്തി അച്ഛനും 3 ചപ്പാത്തി അമ്മയും. ഇതിൻ്റെ 3 എണ്ണത്തിൽ കൂടുതൽ അവർ കഴിക്കില്ല. കാരണം ചപ്പാത്തിയും കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് നിറയെ ഗുളിക കഴിക്കാനുള്ളവരാണ്. അപ്പോൾ ഈ ഗുളിക കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ വയറ് നിറയും. പിന്നെ അവർക്ക് രാത്രി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവർക്ക് പാകത്തിനുള്ളത് മാത്രമാണ് ഉണ്ടാക്കാറുള്ളൂ. ഇവിടെ സ്വത്തും അച്ഛമ്മയും കൂടി പേരയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു പേരയ്ക്ക മുറിച്ച് വന്നപ്പോൾ രണ്ടാൾക്കും കൊടുത്തു. അപ്പോൾ സ്വത്തും അത്രയും ക്ഷമയോട് കാത്തിരിക്കുകയാണ് അച്ഛമ്മേൻ്റെ അടുത്ത് എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. പക്ഷെ പ്രഹസനം മാത്രമേ ഉള്ളൂ, ഒന്നും കഴിക്കില്ല. ഈ കുട്ടി പോകെ തീരെ ഒന്നും കഴിക്കാത്തൊരു കുട്ടിയായിട്ട് വരികയാണ്. ആകെ വേണ്ടത് മീനും പപ്പടവും മാത്രമാണ് ഗൈസ്. വേറെ ഒരു സാധനം ഈ കുട്ടി കഴിക്കില്ല. മീനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത്തിരി ചോറിനും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.